ഹലോ സ്റ്റുഡൻസ്, സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോൺ ഡാൾട്ടൺ പ്രപ്പോസ് ചെയ്ത ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ പഠിച്ചിരുന്നു. അപ്പം ജോൺ ഡാൾട്ടൺ പ്രപ്പോസ് ചെയ്ത അറ്റോമിക് തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനൊക്കെ വിശദീകരിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ്റെ ഭാഗമായിട്ട് അടുത്ത പാർട്ടായിട്ട് വരുന്ന തിയറിയാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ആറ്റം എന്ന് പറഞ്ഞ ടേം അല്ലെങ്കിൽ ആ പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. അപ്പം നമ്മളുടെ ആറ്റത്തിൻ്റെ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ട് ജോൺ ഡാൾട്ടൻ്റെ പേര് പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് ജോൺ ഡാൾട്ടൺ ആറ്റത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാം. എന്തൊക്കെയാണ് ആറ്റത്തെ സംബന്ധിക്കുന്നത് ജോൺ ഡാൾട്ടൺ പറഞ്ഞത്? അതൊരു തിയറിയായി അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി എന്നറിയപ്പെടുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട കുറേ പോയിന്റുകളുണ്ട്. അപ്പം നമുക്ക് ആ തിയറിയിലേക്കൊന്ന് പോകാം. എന്തൊക്കെയാണ് ജോൺ ഡാൾട്ടൺ പ്രപ്പോസ് ചെയ്ത അറ്റോമിക് തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളെന്ന് മനസ്സിലാക്കാം. അതിലാദ്യം, ഏത് മാറ്റർ നമ്മൾ എടുത്താലും മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ്, മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്, ദേ ആർ ഇൻഡിവിസിബിൾ എന്നൊക്കെയാണ് ഡാൾട്ടൺ പറഞ്ഞിരിക്കുന്നത്. എല്ലാ മാറ്ററിനെയും നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചെറിയ അതിസൂക്ഷ്മമായ കണികകൾ കൊണ്ടാണ്. അവരെയാണ് ആറ്റം എന്ന് ജോൺ ഡാൾട്ടൺ പേര് കൊടുത്തത്. അപ്പം മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ്, ദേ ആർ കോൾഡ് ആറ്റംസ്. അതാണ് ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലെ ഫസ്റ്റ് പോയിന്റ്. അതുപോലെ തന്നെ രണ്ടാമത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു സെയിം എലമെന്റ് എടുക്കുന്നു, ഒരേ എലമെന്റ് എടുക്കുന്നു, ആ എലമെന്റിൽ ഉള്ള ആറ്റങ്ങൾക്ക് ഒരേ പ്രോപ്പർട്ടിയും മാസും ഒക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും, സെയിം പ്രോപ്പർട്ടിയും മാസും ഒക്കെ ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ പോയിന്റ്. അപ്പം ദ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ മാസ് ആൻഡ് ഹാവ് സെയിം പ്രോപ്പർട്ടീസ്. അപ്പം ഒരേ എലമെന്റിലുള്ള ആറ്റങ്ങൾക്ക് ഒരേ പ്രോപ്പർട്ടീസ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ മാസുകൾ ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി ഇതിനെ തുടർന്ന് മൂന്നാമത് മറ്റൊരു പോയിന്റ് പറയപ്പെടുന്നു. ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലെ മൂന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്: ഡിഫറെന്റ് എലമെന്റുകൾക്ക് ഡിഫറെന്റ് ആറ്റങ്ങളായിരിക്കും, അവർക്ക് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും, അവരുടെ മാസിൽ വ്യത്യാസം ഉണ്ടാവും. സോ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ഹാവ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. ഇതാണ് ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലെ നാലാമത്തെ പോയിന്റ് ഇങ്ങനെ പറയുന്നു: ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതായത് ആറ്റത്തെ നമുക്ക് നിർമ്മിക്കാനും പറ്റുന്നില്ല, നശിപ്പിക്കാനും പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മുടെ ലാവോസിയർ പ്രപ്പോസ് ചെയ്ത ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആറ്റത്തെ നിർമ്മിക്കാൻ പറ്റുന്നില്ല, നശിപ്പിക്കാൻ പറ്റുന്നില്ല, അത് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ്. സോ ആ പോയിന്റ്, ഈ ജോൺ ഡാൾട്ടണിലെ നാലാമത്തെ പോയിന്റ്, ദാറ്റ് ഈസ് ഇൻ എഗ്രിമെന്റ് വിത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രപ്പോസ്ഡ് ബൈ ലാവോസിയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം പ്രധാനപ്പെട്ട 4 പോയിന്റ് ഒന്നുകൂടെ ഞാൻ പറയാം. അതിനകത്ത് ആദ്യത്തത്, എല്ലാ മാറ്ററിനെയും നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചെറിയ അതിസൂക്ഷ്മമായ ആറ്റങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിസൂക്ഷ്മമായ പാർട്ടിക്കിൾ കൊണ്ടാണ് എന്നാണ് ജോൺ ഡാൾട്ടൺ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഒരു എലമെന്റ് നമ്മൾ എടുക്കുമ്പം അതിനകത്തുള്ള ആറ്റങ്ങൾക്കെല്ലാം സെയിം മാസ് ആയിരിക്കും, അവരുടെ പ്രോപ്പർട്ടീസും സെയിം ആയിരിക്കും. ഡിഫറെന്റ് എലമെന്റുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആറ്റങ്ങളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ആറ്റത്തെ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നില്ല, നശിപ്പിക്കാൻ പറ്റുന്നില്ല. ഇനി ഇതിനകത്തൊരു പോയിന്റ് പറയുന്നത്, ആറ്റം ഈസ് ഇൻഡിവിസിബിൾ നേച്ചർ എന്നാണ്. ആറ്റത്തെ മുറിക്കാൻ പറ്റില്ല, ആറ്റം അഫാജ്യമാണെന്നാണ് പറയുന്നത്. മലയാളത്തിൽ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പം എന്താണ്, ആറ്റം ഈസ് ഇൻഡിവിസിബിൾ ഇൻ നേച്ചർ എന്നും പറയുന്നുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, ആറ്റംസ് കമ്പൈൻഡ് ഫോർ മോളിക്യൂൾസ്. ആറ്റങ്ങൾ കൂടിച്ചേർന്ന് മോളിക്യൂളുകളായിട്ട് മാറുന്നു. ആറ്റംസ് കമ്പൈൻഡ് ഫോർ മോളിക്യൂൾസ്. ഇത്രയും കാര്യങ്ങളാണ് ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിൽ വരുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഓൾ മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. സെക്കൻഡ് പോയിന്റ്, the atoms of the same element are identical in mass and other properties. Third point, the atoms of different elements have different properties. Fourth point, atoms combine to form molecules. Fifth point, atoms can neither be created nor be destroyed. ഇതൊക്കെയാണ് ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു ഏരിയ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം. അപ്പം നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. അതിൽ ആദ്യത്തെ പോയിന്റ്, മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്, ദേ ആർ ഇൻഡിവിസിബിൾ.
This is the first point. Second point, atoms of the same element are identical in mass and other properties. Identical in mass and other properties. Third point, atoms of different elements have different properties. Fourth point, atoms combine to form molecules. Atoms combine to form molecules. ഇവരെ ഈ മോളിക്യൂളുകളെ കോമ്പൗണ്ട് ആറ്റംസ് എന്നാണ് പറയുന്നത്. കോമ്പൗണ്ട് ആറ്റംസ് അങ്ങനെയാണ് ഡാൾട്ടൻ ഉപയോഗിച്ച പേര്. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ആറ്റംസ് ചേർന്നിട്ട് മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. ആറ്റംസ് കമ്പൈൻ ടു ഫോം മോളിക്യൂൾസ്. Fifth point, atom can neither be created nor be destroyed. So these are the main points of Dalton's atomic theory. First point, matter is made up of extremely small indivisible particles called atoms. Second point, atoms of the same element are identical in mass and other properties. Third point, atoms of different elements have different properties. Atoms combine to form molecules. Atoms can neither be created nor be destroyed. ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് മാസ് ഓഫ് അൻ ആറ്റം ആണ്. അറ്റോമിക് മാസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ മാസ് നമുക്ക് എങ്ങനെ പ്രസ്താവിക്കാം, അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു ആറ്റത്തിന്റെ മാസ് നമ്മൾ നോർമലി പറയുന്നത് ഇൻ റിലേഷൻ ടു കാർബൺ 12 ഐസോറ്റോപ്പ് എന്ന് പറയുന്നു. അപ്പം അത് മനസ്സിലാക്കി പറഞ്ഞാൽ നമ്മൾ ആറ്റങ്ങളുടെ മാസ്, നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യുന്ന ആറ്റങ്ങളുടെ അല്ലെങ്കിൽ എലമെന്റുകളുടെ അല്ലെങ്കിൽ അറ്റോമിക് മാസ് നമ്മൾ സാധാരണ പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ആറ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നമ്മൾ നോർമലി അറ്റോമിക് മാസിനെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ നോർമലി ആറ്റങ്ങളുടെ ഹൈഡ്രജൻ ആറ്റം, ഓക്സിജൻ ആറ്റം എന്നൊക്കെ പറയുന്ന ആറ്റങ്ങളുടെ മാസ് പറയുമ്പോൾ അത് ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ആയിട്ടുള്ള ഒരു ആറ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അയാളെ അപേക്ഷിച്ച് ഇയാൾക്ക് എത്ര മാസ് എന്ന് പറയുന്നു. അങ്ങനെ ആപേക്ഷികമായിട്ട് റിലേറ്റീവായിട്ടാണ് നമ്മൾ അറ്റോമിക് മാസ് പറയുന്നത്. ഈ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെഫറൻസ് ആയിട്ടുള്ള ആറ്റമാണ് കാർബൺ ആറ്റത്തിന്റെ കാർബൺ 12. കാർബണിന് 3 ഐസോറ്റോപ്പുകളാണ്. കാർബൺ ഐസോറ്റോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറുമാണ്. നമുക്ക് ഓൾറെഡി ക്ലാസ്സുകളിൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോറ്റോപ്പ്. അപ്പൊ കാർബണിന്റെ 3 ഐസോറ്റോപ്പുകളിൽ ഒരു ഐസോറ്റോപ്പായ കാർബൺ 12, അതായത് അറ്റോമിക് നമ്പർ 6ഉം അറ്റോമിക് മാസ് 12ഉം ഉള്ള കാർബണിന്റെ C12 എന്ന് പറഞ്ഞ കാർബൺ 12 എന്ന് പറഞ്ഞ ഐസോറ്റോപ്പിനെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ആറ്റവുമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ബാക്കിയുള്ള ഏത് എലമെന്റുകളുടെ ആറ്റങ്ങളുടെ അറ്റോമിക് മാസ് ഡിസ്കസ് ചെയ്യുമ്പോഴും ഈ കാർബൺ 12 ഐസോറ്റോപ്പിന്റെ മാസുമായിട്ട് താരതമ്യം ചെയ്ത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അറ്റോമിക് മാസ് പ്രസ്താവിക്കുന്നത്. അതിനെയാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അറ്റോമിക് മാസ് യൂണിറ്റ് എന്നും പറയാം. അറ്റോമിക് മാസ് യൂണിറ്റ്. നമുക്കപ്പോൾ ആ ക്ലാസ്സിലേക്ക് വരാം. എങ്ങനെയാണ് നമുക്ക് അറ്റോമിക് മാസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ അറ്റോമിക് മാസ് യഥാർത്ഥത്തിൽ അത് നമ്മളിവിടെ പറയുന്നത് റിലേറ്റീവ് അറ്റോമിക് മാസ് ആണ്. അപ്പൊ റിലേറ്റീവ് അറ്റോമിക് മാസ് ആണ്. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആറ്റങ്ങളുടെ മാസ് കാർബൺ 12 ഐസോറ്റോപ്പിന്റെ മാസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ്, കാർബൺ 12 ഐസോറ്റോപ്പിന്റെ മാസുമായിട്ട് കമ്പയർ ചെയ്ത് ഒരു ആറ്റത്തിന്റെ മാസ് പ്രസ്താവിക്കുന്നതിൽ അതിനെയാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മളൊരു യൂണിറ്റ് ആയിട്ട് പറയുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ്. അറ്റോമിക് മാസ് യൂണിറ്റ് അതിന്റെ ഷോർട്ട് ഹാൻഡ് റെപ്രസെന്റേഷൻ
AMU എന്നാണ്. ഇപ്പോൾ അറ്റോമിക് മാസ് യൂണിറ്റിനെ AMUവിനെ ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ യൂണിഫൈഡ് മാസ് എന്നും പറയാറുണ്ട്. അതിനെ U എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. U എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് മാസ്, ഇങ്ങനെ ഷോർട്ടാക്കി പ്രസ്താവിക്കാറുണ്ട്. U എന്ന് പറഞ്ഞാലും AMU എന്ന് പറഞ്ഞാലും അറ്റോമിക് മാസ് യൂണിറ്റ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. U എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് മാസ്. അപ്പൊ നമുക്ക് എന്താണ് ഇനി അറ്റോമിക് മാസ് യൂണിറ്റ്, അതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ റിലേറ്റീവ് അറ്റോമിക് മാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ മാസ് കാർബൺ 12 ഐസോടോപ്പ് ആയിട്ടുള്ള ആ കാർബൺ എന്ന് പറഞ്ഞ എലമെന്റിന്റെ കാർബൺ 12 ഐസോടോപ്പിന്റെ ആറ്റത്തിന്റെ മാസ് വെച്ചിട്ടാണ് നമ്മൾ അറ്റോമിക് മാസ് ഓഫ് ആ ആറ്റം നമ്മൾ പ്രസ്താവിക്കുന്നത്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണ്, ഒരു അറ്റോമിക് വാട്ട് ഡു യു മീൻ ബൈ വൺ അറ്റോമിക് മാസ് യൂണിറ്റ്, അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 AMU ഈക്വൽ ടു, അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്. 1 AMU എന്ന് പറയുന്നത് മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് എ C12 ആറ്റം, അതായത് കാർബൺ 12 ആറ്റത്തിന്റെ മാസ്. അപ്പം മാസ് ഓഫ് എ C12 ആറ്റം, ഒരു കാർബൺ 12 ആറ്റത്തിന്റെ മാസിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, atomic mass unit, one atomic mass unit is the 1/12 the mass of a carbon 12 atom. അതായത് ഒരു കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ 12ൽ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 12 വെച്ച് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു കാർബൺ 12 ആറ്റത്തിന്റെ മാസിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ, വൺ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. സോ വൺ അറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് ദ 1/12 the mass of a carbon 12 atom. ഒരു കാർബൺ ആറ്റത്തിന്റെ കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ 1/12 തന്നെയാണ് നമ്മൾ വൺ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ വാല്യൂ ഒന്ന് ചെയ്തെടുക്കാം. ഒരു കാർബൺ 12 ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് 1.99 into 10⁻⁻23 gram ആണ്. ഡിവൈഡഡ് ബൈ 12 നമ്മൾ ചെയ്തെടുക്കുന്നു. യുവർ ആൻസർ വിൽ ബി 1.66 into 10⁻⁻24 gram എന്ന് കിട്ടുന്നു. അപ്പൊ വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം ഡിവൈഡഡ് ബൈ 12 ആണ്. അപ്പം ഒരു കാർബൺ 12 ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത്, ഒരു കാർബൺ 12 ആറ്റത്തിന്റെ മാസ് ഇത് ഫിക്സഡ് ആണ്, 1.99 into 10⁻⁻23 gram ആണ്. അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.66 into 10⁻⁻24 gram എന്ന് കിട്ടും. ഈ ഗ്രാമിനെ നമുക്ക് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഇത് നമ്മൾ ഒരു 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഫൈനലി 1.66 into 10⁻⁻27 കിലോഗ്രാം എന്ന് കിട്ടും. നമ്മളിപ്പോൾ ഗ്രാമിൽ തൽക്കാലത്തിന് എക്സ്പ്രസ് ചെയ്യുന്നു. സോ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ വൺ അറ്റോമിക് മാസ് യൂണിറ്റ് AMU എന്ന് പറഞ്ഞാൽ അത് ഇതാണ്, 1.66 into 10⁻⁻24 gram ആണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് അറ്റോമിക് മാസ് യൂണിറ്റിലാണ് നമ്മൾ നോർമലി ആറ്റങ്ങളുടെ മാസിനെ പ്രസ്താവിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ആറ്റങ്ങളുടെ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നോക്കുന്നത്. അപ്പം അതായത് ഒരു അറ്റോമിക് മാസിൽ പറയുമ്പോൾ ഈ കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നു. അപ്പം നമ്മൾ അറ്റോമിക് മാസ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നു. അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ് ഓർ ആൻ ആറ്റം, atomic mass equal to mass of an atom divided by this number 1.66 into 10⁻⁻24 gram. ഇതാണ് നമ്മൾ അറ്റോമിക് മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്മൾ ഈ രീതിയിൽ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ആറ്റങ്ങളുടെ മാസിനെ പ്രസ്താവിക്കുന്നത്. അപ്പം ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ അറ്റോമിക് മാസ് കിട്ടുന്നതിന് ആ ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ മാസിനെ 1.66 into 10⁻⁻24 gram കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് 1 AMU വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് ഇതിന്റെ ഉദാഹരണങ്ങളിലേക്ക് പോകാം. അപ്പൊ എങ്ങനെയാണ് ഈ മാസ് ഓഫ് ആൻ ആറ്റം ഉദ്ദേശിക്കുന്നതെന്ന്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെഫിനിഷൻ പാർട്ടിലേക്ക് പോകണം. അപ്പൊ അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ്, ഒരു എലമെന്റിന്റെ അറ്റോമിക് മാസ് ഇങ്ങനെ കണ്ടുപിടിക്കാം. മാസ് ഓഫ് ആൻ ആറ്റം, ആ എലമെന്റിലെ ഒരു ആറ്റത്തിന്റെ മാസിനെ 1.66 into 10⁻⁻24 gram കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്കറിയാം 1.66 into 10⁻⁻24 gram ആണ് വൺ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അത് കിട്ടുന്നത് മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം ഡിവൈഡഡ് ബൈ 12 ആണ്. ഇത്രയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഒരു പാർട്ടിലേക്ക് വരാം. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് യൂണിറ്റിലുള്ള മാസ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ അത് മനസ്സിലാക്കുന്നതിന് ഹൈഡ്രജന്റെ ഒരാറ്റത്തിന്റെ മാസിലേക്ക് പോകുന്നു. ഹൈഡ്രജന്റെ ഒരാറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് 1.67 into 10⁻⁻24 gram ആണ് ഹൈഡ്രജന്റെ ഒരാറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുന്നു. അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ആണ് എടുക്കുന്നത്. അപ്പൊ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എടുക്കുന്നു.
ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എടുക്കുന്നതിന് മാസ് ഓഫ് ആൻ ആറ്റം, ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് 1.67 ഇൻറ്റു 10⁻⁻24 ഗ്രാം ആണ്. അതിനെ ഈ 1 അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ ഏകദേശം 1.008 AMU എന്ന് കിട്ടുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1.008 AMU എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പം ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഒരാറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് 1.008 AMU എന്ന് പറയാം, അല്ലെങ്കിൽ AMU മാറ്റിയിട്ട് വെറും U എന്ന് വേണമെങ്കിലും പറയാം. 1.008 U എന്ന് വേണമെങ്കിലും നമുക്ക് പ്രസ്താവിക്കാം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രാക്ടിക്കൽ പർപ്പസിന് നമ്മൾ ഈ 0.008 നോർമലി ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഇതിനെ 1 AMU എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിന് ഉപയോഗിക്കുന്നത്. ചെറിയ ഫ്രാക്ഷൻ ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് അപ്രോക്സിമേറ്റ് വാല്യൂ കാൽക്കുലേഷന് വേണ്ടി എടുക്കുന്നു. സോ ഇതാണ് ഇതിന്റെ ഒരു കാൽക്കുലേഷൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ ഒരു എലമെന്റിന്റെ അറ്റോമിക് മാസ് കിട്ടുന്നതിന് അതിന്റെ അല്ലെങ്കിൽ നമ്മൾ അതിനെ കാർബൺ 12 ഐസോടോപ്പിന്റെ മാസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. ആദ്യം നമ്മൾ 1 AMU എന്താണെന്ന് മനസ്സിലാക്കി. 1 AMU 1 അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. ഒരു കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ 12ൽ ഒരു ഭാഗത്തെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഏരിയയാണ് നമ്മൾ 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം എന്ന് കിട്ടി. അപ്പം അവിടെ നിന്ന് നമുക്ക് 1 അറ്റോമിക് മാസ് യൂണിറ്റ് കിട്ടി. അവിടെ നമ്മൾ അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നതിന് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഏത് ആറ്റത്തിന്റെ ആണോ അല്ലെങ്കിൽ ഏത് എലമെന്റിന്റെ ആണോ മാസ് വേണ്ടത്, ആ എലമെന്റിന്റെ ഒരാറ്റത്തിന്റെ മാസിനെ ഈ 1 അറ്റോമിക് മാസ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റോമിക് മാസ് കിട്ടും. ഇതിനെയാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. ഈ അറ്റോമിക് മാസ് ആണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. അപ്പൊ അത് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് 1.67 ഇൻറ്റു 10⁻⁻24 ഗ്രാം ആണ്. അതിനെ 1 അറ്റോമിക് മാസ് യൂണിറ്റിന്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.008 AMU എന്ന് കിട്ടുന്നു. ഈ 1.008 AMU അല്ലെങ്കിൽ അതിനെ യൂണിഫൈഡ് മാസ് എന്ന് എഴുതാം. ചുരുക്കത്തിൽ അതിനെ അപ്രോക്സിമേറ്റ്ലി 1 AMU എന്ന് വേണമെങ്കിലും പറയാം. 1 അറ്റോമിക് മാസ് അല്ലെങ്കിൽ 1 U എന്നും വേണമെങ്കിൽ നമുക്ക് ഹൈഡ്രജന്റെ അറ്റോമിക് മാസിനെ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. അത്രയും മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറ്റോമിക് മാസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് മറ്റുള്ള എലമെന്റുകളുടെ കേസ് നോക്കുമ്പോഴത്തേന് നമ്മൾ ഇതുപോലെ ഓക്സിജന്റെ അറ്റോമിക് മാസിലേക്ക് പോകുമ്പോൾ ഓക്സിജന്റെ ഏകദേശം 15.99 AMU എന്നാണ് കിട്ടുന്നത്. ഇതിനെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ് 16U എന്ന് പറയുന്നത്. 16U നമുക്കറിയാം ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 16 ഗ്രാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എടുക്കുന്നത്. നമുക്കറിയാം കൺവെൻഷനലി നമ്മൾ അങ്ങനെ എടുക്കുന്നു. യഥാർത്ഥത്തിൽ 15.99 AMU എന്നാണ് കിട്ടുന്നത്. നമ്മൾ ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ അത് ഏകദേശം 16 ഗ്രാം അല്ലെങ്കിൽ 16U എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. AMU എന്ന് എഴുതിയാലും മതി. ഇപ്പോൾ നമ്മൾ AMUന് പകരം യൂണിഫൈഡ് മാസ് എന്ന് പറഞ്ഞ ആ യൂണിറ്റിലാണ് അതിനെ പ്രസ്താവിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മീനിങ്ങിലേക്ക് പോവാം. എന്താണ് 16U എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്ങിലേക്ക് പോവാം. അതായത് ഒരു ആറ്റത്തിന്റെ മാസ്, ഒരു റിലേറ്റീവ് അറ്റോമിക് മാസ് ഒരു ആറ്റത്തിന്റെ എഴുതി വെച്ചാൽ എന്താണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റിലേറ്റീവ് അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ്? ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഓക്സിജൻ തന്നെ എടുക്കുന്നു. ഓക്സിജനെ ഞാൻ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ 16 AMU ആണ് ഓക്സിജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദ മാസ് ഓഫ് 1 ഓക്സിജൻ ആറ്റം ഈസ് 16 ടൈംസ് ഗ്രേറ്റർ ദാൻ ദ 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. അതാണ് അതിന്റെ അർത്ഥം. അതായത് ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് 16 ഇരട്ടി അല്ലെങ്കിൽ 16 ടൈംസ് ഗ്രേറ്റർ ദാൻ 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. അതായത് 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റമാണ് ഈ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റത്തിന്റെ 16 ഇരട്ടിയാണ് ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് എന്നാണ് ഈ 16U അല്ലെങ്കിൽ 16 AMU എന്ന് പറഞ്ഞ അതിന്റെ മീനിങ്. സോ 16U മീൻസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ഈസ് 16, വിച്ച് മീൻസ് the mass of one oxygen atom is 16 times greater than 1/12 mass of a carbon 12 atom. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. നമ്മൾ നൈട്രജന്റെ കേസ് എടുക്കുമ്പോൾ 14 യൂണിഫൈഡ് മാസ് 14U ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം the mass of a one nitrogen atom is 14 times greater than 1/12 mass of a carbon 12 atom. അതായത് ഒരു നൈട്രജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് 14 ഇരട്ടി കൂടുതലാണ് ആരെക്കാട്ടിൽ 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. അതായത് 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റത്തിന്റെ 14 ടൈംസ് ആണ് ഒരു നൈട്രജൻ ആറ്റത്തിന്റെ മാസ് എന്നാണ് ഈ എഴുതി വെച്ചിരിക്കുന്ന വാല്യൂവിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതുപോലെ ഓക്സിജന്റെ കേസ് അങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ള കേസ് എല്ലാം പറയുന്നത്. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് റെഫറൻസ് ആയിട്ട് എഴുതിയിരിക്കുന്ന ആറ്റം കാർബൺ 12 ആറ്റമാണ്. കാർബണിന്റെ 12 ഐസോടോപ്പ് എന്ന് പറഞ്ഞ
ആ ഒരു ആറ്റത്തെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞത്. എപ്പോഴും മനസ്സിലാക്കണം, അറ്റോമിക് മാസ് മറ്റൊരാളുടെ മാസുമായിട്ട് താരതമ്യം ചെയ്ത് റിലേറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. നമ്മൾ അതിന് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത് കാർബൺ 12 ഐസോടോപ്പിനെയാണ് നമ്മൾ ഈ പറയുന്ന പർപ്പസിന് വേണ്ടി നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആ ഒരു കേസ് ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് അറ്റോമിക് മാസിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അത് 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റമാണ്. അപ്പോൾ ഒരു കാർബൺ 12 ആറ്റത്തിന്റെ മാസിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.66 × 10⁻²4 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ഏത് ആറ്റത്തിന്റെയാണോ അല്ലെങ്കിൽ ഏത് എലമെന്റിന്റെയാണോ അറ്റോമിക് മാസ് കണ്ടുപിടിക്കേണ്ടത്, ആ റിലേറ്റീവ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് അടുത്ത പറയുന്നത്. ആ ഒരു എലമെന്റിന്റെ ഒരാറ്റത്തിന്റെ മാസ്, ഇപ്പൊ നൈട്രജൻ ആണെങ്കിൽ നൈട്രജന്റെ ഒരാറ്റത്തിന്റെ മാസിനെ 1.66 × 10⁻²4 ഗ്രാം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ ഹൈഡ്രജന്റെ ഒരാറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത് 1.67 × 10⁻²4 ഗ്രാം ആണ്. അതിനെ 1 അറ്റോമിക് മാസ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.008 AMU എന്ന് കിട്ടുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ഓക്സിജന്റെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 15.99 AMU എന്ന് കിട്ടുന്നു. അത് അപ്രോക്സിമേറ്റ് ചെയ്ത് പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി 16 U എന്ന് എടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നൈട്രജന്റെ കേസിൽ 14 U എന്ന് കിട്ടുന്നു. അപ്പൊ ഇതിന്റെ മീനിങ് 14 U എന്ന് പറഞ്ഞാൽ നൈട്രജന്റെ കേസിൽ ദ മാസ് ഓഫ് 1 നൈട്രജൻ ആറ്റം ഈസ് 14 ടൈംസ് ഗ്രേറ്റർ ദാൻ ദ 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. അതുപോലെ തന്നെ ഓക്സിജന്റെ കേസിൽ ദ മാസ് ഓഫ് 1 ഓക്സിജൻ ആറ്റം ഈസ് 16 ടൈംസ് ഗ്രേറ്റർ ദാൻ 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. ഇതൊക്കെയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇതാണ് അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ളത് ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ആണ്. എന്താണ് ആവറേജ് അറ്റോമിക് മാസ്? അപ്പൊ മനസ്സിലാക്കണം, ഒരു എലമെന്റിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഐസോടോപ്പുകൾ അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ കാർബണിന്റെ കാര്യം പറഞ്ഞാലേ, അതുപോലെ ക്ലോറിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഐസോടോപ്പുകൾ അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിം അറ്റോമിക് നമ്പർ ഡിഫറെന്റ് മാസ് നമ്പർ ആണ്. അങ്ങനെ ഐസോടോപ്പുകളുള്ള എലമെന്റുകളുടെ മാസ് പ്രസ്താവിക്കുന്നത്, ഇപ്പൊ നമ്മൾ ക്ലോറിന്റെ തന്നെ കേസിൽ ക്ലോറിന് 2 ഐസോടോപ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ അറ്റോമിക് മാസ് നമുക്ക് എങ്ങനെ പ്രസ്താവിക്കാം? ആ ഒരു പ്രസ്താവനയാണ് നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പൊ ഐസോടോപ്സ് ഉള്ള എലമെന്റുകളുടെ മാസ് പറയുന്നതിനാണ് നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഞാനൊരു ഉദാഹരണത്തിൽ എങ്ങനെ നമുക്ക് ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കാം, ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഒരു എലമെന്റിന്റെ 2 ഐസോടോപ്പുകളുടെ മാസ് യഥാക്രമം എയും ബിയും ആണെന്നിരിക്കട്ടെ. അപ്പൊ എ ഒരു മാസാണ്, ബി ഒരു മാസാണ്. ഇപ്പൊ സപ്പോസ് എക്സ് എന്ന് പറഞ്ഞ ഒരു എലമെന്റിന്റെ 2 ഐസോടോപ്പുകളുടെ എ ഒരു എക്സിന്റെ തന്നെ ഒരു മാസ്, ബി മറ്റൊരു മാസ്. ഈ 2 ഐസോടോപ്പുകളുടെ മാസാണ് എയും ബിയും. അത് m:n എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് കാണപ്പെടുന്നത് എന്നിരിക്കട്ടെ. m:1. അങ്ങനെയാണെങ്കിൽ ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നതിന് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കണം. m:n റേഷ്യോയിലാണ് 2 ഐസോടോപ്പുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. എയും ബിയും അവരുടെ 2 ഐസോടോപ്പുകളുടെ മാസാണ്. ദേ എക്സിസ്റ്റ് ഇൻ m:n റേഷ്യോ. ദെൻ ആവറേജ് അറ്റോമിക് മാസ് ഈക്വൽ ടു a into m plus b into n divided by m plus n. This is the equation for find out average atomic mass എന്ന് പറയാം. a into m plus b into n divided by m plus n എന്നാണ്. ഞാനൊരു ഉദാഹരണത്തിന് ക്ലോറിൻ എന്ന് പറഞ്ഞ എലമെന്റിനെ പരിഗണിച്ചാൽ ഇതിന് പ്രധാനപ്പെട്ട 2 ഐസോടോപ്പുകൾ ഉണ്ട്. നമുക്കറിയാം ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. 35 അറ്റോമിക് മാസ് ഉള്ള ഒരു ഐസോടോപ്പ് ഉണ്ട് ക്ലോറിന്. അതുപോലെ തന്നെ ക്ലോറിന്റെ 17 തന്നെ അറ്റോമിക് നമ്പർ 37 ആണ് ക്ലോറിന്റെ മറ്റൊരു ഐസോടോപ്പിന്റെ മാസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം ക്ലോറിന്റെ 2 ഐസോടോപ്പുകളാണ് ബോർഡിൽ കാണുന്നത്. ക്ലോറിൻ 35ഉം ക്ലോറിൻ 37ഉം. ഇതിന്റെ ആവറേജ് അറ്റോമിക് മാസ് നമുക്കൊന്ന് എടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് എടുക്കുന്നത് ഐസോടോപ്പുകൾ വരുന്ന കേസിൽ. അപ്പൊ നമ്മൾ ആവറേജ് അറ്റോമിക് മാസ്, അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 2 ഐസോടോപ്പുകളും 3:n റേഷ്യോയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. 3:n. നമ്മൾ പെർസെന്റേജിൽ പറഞ്ഞാൽ 75%, അതുപോലെ തന്നെ 25%. ഈ ഒരു രീതിയിലാണ് ഈ 2 ഐസോടോപ്പുകളും ഭൂമിയിൽ കാണപ്പെടുന്നത്. അതിനെയാണ് അവരുടെ റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറയുന്നത്. ലഭ്യത എത്രത്തോളം അതുണ്ട്, റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറയും. അപ്പൊ മനസ്സിലാക്കണം, ക്ലോറിൻ 35 75%, ക്ലോറിൻ 37 25%. സോ ദേ എക്സിസ്റ്റ് ഇൻ ദ റേഷ്യോ 3:1. It is called their relative abundance. അപ്പം ക്ലോറിൻ 35ന്റെ റിലേറ്റീവ് അബണ്ടൻസ് ലഭ്യത 75ഉം ക്ലോറിൻ 37ന്റെ റിലേറ്റീവ് അബണ്ടൻസ് ലഭ്യത എത്രയാണെന്ന് ചോദിച്ചാൽ 25%. ഇതാണ് അതിന്റെ കേസ്. അപ്പൊ പെർസെന്റേജിലും പ്രോബ്ലങ്ങളിൽ തരാം. അതിനെ നമ്മൾ
റേഷ്യോ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ 3:1 എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് മാറും. അപ്പൊ നോക്കാം, ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നതിന് ആദ്യത്തെ കേസ് 35, ഫസ്റ്റ് ഐസോടോപ്പിന്റെ മാസ് 35 ആണ്. 35 ഇൻറ്റു അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3 ആണ്, പ്ലസ് അടുത്തത് 37 ആണ് അതിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. 37 ഇൻറ്റു അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഡിവൈഡഡ് ബൈ 3 പ്ലസ് M+N ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 3+1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എക്സാക്ട്ലി 35.5 യു എന്ന് ഞാൻ എഴുതാണ്, യൂണിഫൈഡ് മാസിൽ AMU എഴുതുന്നു. അപ്പൊ 35.5 എന്ന് ക്ലോറിന്റെ അറ്റോമിക് മാസ് നമ്മൾ നോർമലി പ്രോബ്ലങ്ങളൊക്കെ ചെയ്യുന്നത് 35.5 ആണ്. അത് കിട്ടുന്ന ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് ദിസ് 35.5 ഈസ് ആൻ ആവറേജ് അറ്റോമിക് മാസ്. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഒരു എലമെന്റിന് ഡിഫറെന്റ് ഐസോടോപ്പുകൾ പോസിബിൾ ആകുമ്പോൾ അതിനകത്ത് ഡിഫറെന്റ് മാസുകളാണ്, അവരുടെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. അത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ നമുക്ക് അതിനുവേണ്ടി എടുക്കാം. അവരുടെ മാസുകൾ, അവരുടെ റേഷ്യോകൾ മനസ്സിലാക്കുന്നു, അതനുസരിച്ച് പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കാം. അങ്ങനെ ക്ലോറിന്റെ ആവറേജ് അറ്റോമിക് മാസ് 35.5 യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ AMU എന്ന് പറയുന്നു. ഇത് നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിന് ഈ വാല്യൂ എടുക്കാറുണ്ട് ക്ലോറിന്റെ അറ്റോമിക് മാസ് ആയിട്ട്. അപ്പം ആവറേജ് അറ്റോമിക് മാസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് മോളിക്കുലർ മാസിനെ കുറിച്ചാണ്. അപ്പം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസിന്റെ ഒരു മോളിക്കൂൾ എടുത്ത് അതിനകത്ത് അറ്റോമിക് മാസുകളുടെ സം എടുക്കുമ്പോൾ നമുക്ക് മോളിക്കുലർ മാസ് കിട്ടും. അപ്പൊ ആക്ച്വലി കാർബൺ 12 ഐസോടോപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് അറ്റോമിക് മാസ് നമ്മൾ പറയുന്നത്. മോളിക്കുലർ മാസിനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, കാരണം അറ്റോമിക് മാസുകളുടെ സം ടോട്ടലിനെയാണ് നമ്മൾ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. നമുക്ക് 1-2 ഉദാഹരണങ്ങൾ നോക്കാം, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ വാട്ടർ എടുക്കുന്നു, നമുക്കറിയാം ഫോർമുല H2O. അപ്പൊ ഇതിന്റെ മോളിക്കുലർ മാസ് അതിനെ തന്നെയാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. മോളിക്കുലർ മാസിനെ തന്നെയാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ. അപ്പൊ 2 ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് 1 ഓക്സിജൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ 1 ഇൻറ്റു 1 ഓക്സിജന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് 16 U ആണ്. അപ്പൊ നമ്മൾ ഇത് ആഡ് ചെയ്തെടുക്കുമ്പോൾ 18 യൂണിഫൈഡ് മാസ് AMU അല്ലെങ്കിൽ U എന്ന് എഴുതാൻ പറ്റും. ഇതാണ് വാട്ടറിന്റെ മോളിക്കുലർ മാസ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഹയർ ആയിട്ടുള്ള ഒരു എലിമെന്റിലേക്ക് വന്നാൽ C6H12O6, ഇതാണ് ഗ്ലൂക്കോസ്. അപ്പൊ NCERT ടെക്സ്റ്റിൽ ഒരു പ്രോബ്ലം ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലൂക്കോസ് ഇതിന്റെ മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 6 കാർബൺ ആറ്റം. ഒരു കാർബൺ ആറ്റത്തിന്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 12 ആണ്, പ്ലസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ 1 ഇതാണ്. അപ്പൊ 12 ഇൻറ്റു 1, അപ്പൊ 12 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 6 ഓക്സിജൻ ആറ്റം ഉണ്ട്, ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ 16 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം, 6 ഇൻറ്റു 16 ഇങ്ങനെയാണ് നമ്മൾ പറയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഇത് കമ്പ്യൂട്ട് ചെയ്തെടുക്കുക. ദിസ് ഈസ് 72 പ്ലസ് 2 പ്ലസ് ബാക്കിയുള്ള വാല്യൂ. അപ്പൊ 16 ഇൻറ്റു 6 96. ഇത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 180 U എന്ന് കിട്ടുന്നു, 180 U. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ 180 U ആണ്, അല്ലെങ്കിൽ അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. ഈ ഒരു രീതിയിൽ നമുക്ക് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആ ഒരു മോളിക്യൂളിനകത്തുള്ള ആറ്റങ്ങളുടെ മാസ് കമ്പ്യൂട്ട് ചെയ്ത് കൂട്ടി എടുത്താൽ മതി. അപ്പൊ നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മോളിക്കുലർ മാസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ചില സബ്സ്റ്റൻസുകളുടെ മോളിക്കുലർ മാസിന് തുല്യമായിട്ട് തന്നെ മറ്റൊരു ടേം ഉപയോഗിക്കാറുണ്ട്, അതിനെയാണ് ഫോർമുല മാസ് എന്ന് പറയുന്നത്. ഫോർമുല മാസ്, അതും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഫോർമുല മാസ് ഉപയോഗിക്കുന്നത്? ആക്ച്വലി ഇത് മോളിക്കുലർ മാസിന് ഈക്വൽ ആണ്. ഫോർമുല മാസ് എന്ന് പറയുമ്പോൾ അയോണിക് കോമ്പൗണ്ടുകൾ, ഇപ്പൊ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഇങ്ങനെയൊക്കെയുള്ള അയോണിക് കോമ്പൗണ്ടുകളുണ്ട്. ആ ഒരു കേസിൽ ഇപ്പൊ നമ്മൾ വാട്ടറിന്റെ കേസ് എടുക്കുമ്പോഴത്തേന് വാട്ടറിന്റെ H2O എന്ന് പറഞ്ഞൊരു മോളിക്യൂളിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ കേസിൽ നമുക്ക് ഗ്ലൂക്കോസിന്റെ ഒരു യൂണിറ്റിനെ നമുക്ക് അതുപോലെ തന്നെ C6H12O6 എന്ന് പറഞ്ഞ ഗ്ലൂക്കോസിന്റെ ഒരു യൂണിറ്റിനെ നമുക്ക് എടുക്കാൻ പറ്റും. അതേസമയം നമ്മൾ സോഡിയം ക്ലോറൈഡിലേക്കൊക്കെ വരുമ്പോഴത്തേന്, നമ്മൾ സോഡിയം ക്ലോറൈഡിന്റെ കേസ് എടുക്കുമ്പോഴത്തേന് അവിടെ NaCl എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് വൈസ് അല്ല ആ ക്രിസ്റ്റലിന്റെ സ്ട്രക്ചറിൽ കാണപ്പെടുന്നത്. അതിങ്ങനെ അയോൺസ് ആയിട്ടാണ്, Na+ഉം Cl- ആയിട്ട് ഇങ്ങനെ അയോണുകളായിട്ടാണ് ആ ക്രിസ്റ്റലിൽ കാണപ്പെടുന്നത്. ഇങ്ങനത്തെ സിംഗിൾ യൂണിറ്റിനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ഈ അയോണിക് കോമ്പൗണ്ടുകൾ വരുമ്പോൾ, ഇതുപോലെ അയോൺസ് എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ടുകൾ വരുമ്പോൾ നമ്മൾ ഈ ഫോർമുലയെ വെച്ചിട്ടുണ്ട് ഫോർമുല മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു.
ഒരു പ്രയാസമില്ല. മോളിക്കുലർ മാസ് പറയുന്ന പോലെ തന്നെ. അപ്പൊ NaCl നമുക്കറിയാം സോഡിയത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 23 ആണ്. ക്ലോറിന്റെ നമ്മൾ നേരത്തെ ചെയ്തു 35.5. ഇത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ 58.5 U എന്ന് കിട്ടുന്നു. 58.5 യൂണിഫൈഡ് മാസ് ആണ് ഫോർമുല മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. അപ്പൊ ഫോർമുല മാസ് ഒരർത്ഥത്തിൽ മോളിക്കുലർ മാസ് തന്നെയാണ്. അവിടെ നമ്മൾ ഫോർമുല മാസ് എന്ന് പറയുന്നത് ചില കോമ്പൗണ്ടുകൾ, പ്രത്യേകിച്ച് അയോണിക് കോമ്പൗണ്ടുകളിൽ അയോൺസ് ആയിട്ടാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. സിംഗിൾ യൂണിറ്റ് ആയിട്ട് മോളിക്യൂൾസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാറില്ല. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡിന്റെ കേസിൽ Na+ഉം Cl- ആയിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. NaCl ആയിട്ട് ഒരു യൂണിറ്റ് ആയിട്ടുള്ള അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നതാണ്. ആ സാഹചര്യത്തിലാണ് നമ്മൾ ഫോർമുല മാസ് എടുക്കുന്നത്. അപ്പൊ സിമ്പിൾ ആണ്, ഫോർമുല എടുക്കുന്നു, അതിന്റെ ആറ്റങ്ങളുടെ മാസ് കൂട്ടിയെടുക്കുന്നു. അപ്പൊ അത് മോളിക്കുലർ മാസിന് തന്നെ ഈക്വലായി. അപ്പൊ ഈ ഒരു അറ്റോമിക് കോമ്പൗണ്ടുകളുടെ അയോണിക് കോമ്പൗണ്ടുകളുടെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ മോളിക്കുലർ മാസിന് പകരം നമ്മൾ ഫോർമുല മാസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ.